എല്ലാവർക്കും നമസ്കാരം. എൽടി ടൈംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമുക്ക് ധാരാളം ചിലിമ്പിക്കാൻ കിട്ടുന്ന സമയമാണ്. നമ്മുടെ മുറ്റത്ത് ഒരു ചിലിമ്പി നിറച്ചും ചിലിമ്പിക്കാൻ നിൽക്കുന്നു. അപ്പൊ നമ്മൾ ഓർത്തു ഒരു ചിലിമ്പിക്ക അച്ചാറിടാവുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ പുളി എടുത്തിട്ട് ഇതിൻ്റെ അറ്റം ഇതുണ്ട് ഞെടുപ്പ് കണ്ടിച്ച് കളയുക, ഇവിടെ കണ്ടിച്ച് കളയും. എന്നിട്ട് നമ്മൾ അധികം കട്ടി, ഒത്തിരി കട്ടിയില്ല, എന്നാൽ സാധാരണ കട്ടി ഇത്ര ഇങ്ങനെ കണ്ടിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളിതിനെ ഈ ചിലിമ്പിപ്പുളി എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എന്നൊക്കെയാണ് പറയുന്നതെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ചിലിമ്പിപ്പുളിയാന്ന് നിലം തൊടാതെ പറിച്ച് കൈകൊണ്ട് പറിച്ചെടുത്തതാണ്. ഇതിൻ്റെ ഈ പൂവൊക്കെ മാത്രമേ കണ്ടിച്ച് കളഞ്ഞാൽ. അപ്പം നമ്മൾ ചിലിമ്പിപ്പുളി ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 2-3 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ഇത് നല്ലൊരു പിടിക്കട്ടെ. ഇത് 3-5 മണിക്കൂർ നല്ല ശരിയായിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് ഈ ഉപ്പും വെള്ളവും ഇതിനകത്തുള്ളതെല്ലാം വാർന്നു പോയി നല്ല ഉപ്പെല്ലാം ഇതാ പിടിച്ചിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉപ്പെല്ലാം പുരട്ടി നമ്മൾ വെച്ചുകൊണ്ട് ഇതിനകത്ത് വെള്ളമെല്ലാം പോയി. ഇത് കണ്ടോ, അത് ഇത്രയും വെള്ളം ഇതിനകത്തുനിന്ന് പോയിരിക്കും. അപ്പം പാത്രം ചൂടായി. നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 200 മില്ലി നല്ലെണ്ണയാണ് ഇത് നമ്മൾ ഒഴിക്കുകയാണ്. ഈ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പം കടുക് ഇങ്ങോട്ടിട്ട് പൊട്ടിക്കാൻ പോകാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് 2 കുടം വെളുത്തുള്ളി നല്ലതായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് കീറി വെച്ചതാണ്. നമ്മൾ നല്ലെണ്ണ ഉപയോഗിക്കുന്ന എന്നാന്ന് വെച്ചാൽ നല്ലെണ്ണ ഉപയോഗിച്ചാൽ എളുപ്പം പൂക്കത്തില്ല. അതന്നെ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു കനപ്പ് മണം വരും. അത് നമ്മുടെ വെളുത്തുള്ളി ഇത് നല്ലതായിട്ട് മൂത്തു. ഇപ്പോൾ ഇഞ്ചി അപ്പോൾ ഇഞ്ചി നല്ലതായിട്ട് മൂക്കട്ടെ. നമ്മൾ ചിലിമ്പിപ്പുളി അങ്ങനെ അച്ചാറിടുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ, ഇത് ഉണക്കി വെച്ചിട്ട് കീറി അരിഞ്ഞുപ്പും പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അച്ചാറിടും. പിന്നെ ചിലിമ്പിപ്പുളി നമുക്ക് മീനൊക്കെ പീര വെക്കാൻ നേരത്തെ തേങ്ങ ചായച്ച് വെക്കാൻ നേരത്തെ ചിലിമ്പിപ്പുളി അരിഞ്ഞിട്ട് വെക്കും. അതൊക്കെ നല്ലതാണ്. ഇത് നമ്മുടെ രക്തം വെള്ളമാക്കുന്ന സാധനമാണ്. അതുകൊണ്ട് കൊളസ്ട്രോളുകാർക്കൊക്കെ നല്ലതാണ്. അത് കൊളസ്ട്രോളുകാരൊക്കെ നിശ്ചയമായിട്ട് ഈ ചിലിമ്പിപ്പുളി അച്ചാറിട്ട് കൂട്ടണം. അച്ചാറിട്ടോ വെറുതെ ഒരെണ്ണം കടിച്ച് തിന്നാലും ഒക്കെ നല്ലതാണ്. ഈ കരിയാപ്പല ഇടാവേ. ഇനി നമ്മൾ 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതും ഇടുവാണ്. ഞാൻ പറഞ്ഞ ചെലുപ്പിപ്പുളി ഒക്കെ കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ചെലുപ്പിപ്പുളി ഒത്തിരി കൂട്ടരുത് കേട്ടോ. ഒത്തിരി കൂട്ടി അത് കുഴപ്പമാണ്.
ആവശ്യത്തിന് മതി. അപ്പോൾ നമ്മുടെ ഈ മുളകിൻ്റെ പച്ച കളറ് വെള്ള കളറാകുന്നുണ്ട്, അതുവരെ നമ്മൾ ഇളക്കണം. ഇഞ്ചി നല്ലതായിട്ട് വെള്ളം പറ്റി ഉണ്ട്, നല്ലതായിട്ട് ചുമന്ന് മൂത്ത് മുളകിൻ്റെ ആ പച്ച എല്ലാം കിട്ടത് വെള്ള നിറം വന്നു മുളകിൻ്റെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുവാണ്. തീ കുറച്ച് വെച്ചിട്ട് വേണം മുളക് പൊടി ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമ്മളിതിലേക്ക് ഒരു 4 സ്പൂണ് അച്ചാർ പൊടി, പിന്നെ നമ്മളിതിലേക്ക് 1 സ്പൂൺ ഉലുവ പൊടിച്ചത്, ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിടുക. ഉപ്പ് നമ്മൾ ഇട്ടാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് പിന്നിടാം. പിന്നെ ഇതിലേക്ക് വിനാഗിരി ഒഴിക്കുകയാണ്. കുറച്ചേ ഒഴിക്കുന്നുള്ളൂ, ഒത്തിരി ഒഴിക്കുന്നില്ല. വിനാഗിരി ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പം പൂക്കരുത്, അതിനാണ്. പിന്നെ നമുക്ക് ഈ പുളി ഇതിനകത്തേക്ക് വാരിയിടാം, ചിലിമ്പിപ്പുളി. തീ കുറച്ച് വെച്ചിരിക്കുവാണ്. നമ്മളിതിനകത്ത് തുള്ളി പോലും വെള്ളമയം ഒന്നും ചേർത്തിട്ടില്ല. വെള്ളമയമൊക്കെ ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിനകത്തുനിന്ന് ഇനിയും വെള്ളം ഇറങ്ങും ഇതെടുത്ത് കഴിയുമ്പോൾ. അപ്പം നല്ലതായിട്ട് ഇരുന്നോളും. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്യുക. അപ്പം നമ്മുടെ ചിലിമ്പിപ്പുളി അച്ചാർ റെഡിയായി. അപ്പോൾ ഈ ചിലിമ്പിപ്പുളി ഇഷ്ടം പോലെ എല്ലായിടത്തും കിട്ടുന്ന സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പം ചിലിമ്പിപ്പുളി ഇല്ലാത്തൊരു ചിലിമ്പിപ്പുളി ഉള്ളവരുടെ വീട്ടിൽ ചെന്ന് മേടിച്ച് അച്ചാറിടണം. അത് നല്ലൊരു അച്ചാറായത്. ഈ കൊളസ്ട്രോളുകാർക്കും പ്രഷറുകാർക്കും ഒക്കെ നല്ലതാണ്. കുറേശ്ശെ എല്ലാവരും കൂട്ടണം. അപ്പോൾ ഞാനൊന്ന് കൂട്ടി നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ. വലിയ പുളിയൊന്നുമില്ല, നല്ല സൂപ്പർ അച്ചാറാണ്. നല്ല പഴങ്കഞ്ഞിക്കൊക്കെ കൂട്ടാൻ നല്ല സൂപ്പർ അച്ചാറാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒത്തിരി മൂത്ത് പോകുന്നതിന് മുമ്പ് നമ്മൾ പറിച്ച് അച്ചാറിടണം. ഒത്തിരി മൂത്ത് പോയാൽ പിന്നെ അതിന് ഒരു സുഖമില്ല. ഒരു ഇടപ്പരുവാകുമ്പം തീർത്ത് ചെറുതുമല്ല എന്നാൽ തീർത്ത് മൂത്തതും അല്ലാത്ത പരുവത്തിൽ പറിച്ച് അച്ചാറിടണം. നമ്മളിപ്പോൾ ഈ ചിലിപ്പിക്ക അച്ചാറിട്ടാന്ന് വെച്ചാൽ ഇപ്പം ചിലിപ്പിക്കയുടെ സീസണാണ്, അതുകൊണ്ടാണ് ചിലിപ്പിക്ക അച്ചാറിട്ടത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ജിനു പറഞ്ഞിട്ടുണ്ടായിരുന്നേ മീനച്ചാറിടണമെന്ന്. അപ്പം നമ്മൾ അടുത്ത പ്രാവശ്യം കണിശമായിട്ട് മീനച്ചാറിടും. അപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.